കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറിലേഷനാണ് പഠിച്ചത്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണെന്ന് പറഞ്ഞു. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കോറിലേഷൻ. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് കോറിലേഷൻ പറഞ്ഞു. പോസിറ്റീവ്, നെഗറ്റീവ്, സിമ്പിൾ, മൾട്ടിപ്പിൾ, പാർഷ്യൽ, ലീനിയർ, നോൺ ലീനിയർ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസസ് ഓഫ് കോറിലേഷൻ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കോറിലേഷൻ സ്റ്റഡി ചെയ്യുക? ഫസ്റ്റ് വൺ, എക്കണോമിക്സ് യൂസ് ഇറ്റ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് ലൈക്ക് പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ, ഇൻകം, കൺസംഷൻ എക്സെട്ര. അതായത് എക്കണോമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ, അതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫോർ എക്സാമ്പിൾ, പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിമാൻഡും സപ്ലൈയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സപ്ലൈയും കൺസംഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡിമാൻഡും കൺസംഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതേപോലെ എക്കണോമിക് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ കോറിലേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ബിസിനസ്മെൻ യൂസ് ഇറ്റ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വാരിയബിൾസ് ലൈക്ക് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇൻകം ആൻഡ് കൺസംഷൻ എക്സെട്ര. ബിസിനസ്സുകാരും ഇതിനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബിസിനസ് ആയിട്ട് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? കൂടുതലായിട്ട് ഇൻകം അല്ലെങ്കിൽ പ്രൈസ്, മോണിറ്ററി കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ പ്രൈസും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതേപോലെ തന്നെ അതിൻ്റെ സെയിൽസ് ആയിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ? അഡ്വർടൈസ്മെൻറ്റും വേജസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോറിലേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് ലൈക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എക്സെട്ര. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോയെന്നോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോറിലേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, കോറിലേഷൻ ഈസ് യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് കാൽക്കുലേറ്റിംഗ് റിഗ്രഷൻ. റിഗ്രഷൻ്റെ ഒരു ബേസ് ആയിട്ടാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് റിഗ്രഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. കോറിലേഷൻ ഒരു റിഗ്രഷൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് യൂസസ് ഓഫ് കോറിലേഷൻ. നെക്സ്റ്റ് വൺ, limitations of correlation. Correlationൻ്റെ limitations. First one, existence of correlation does not indicate the cause and effect relationship. നമുക്കിവിടെ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് മാത്രം, പോസിറ്റീവ് റിലേഷനാണോ നെഗറ്റീവ് റിലേഷനാണോ എന്ന് മാത്രമേ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്നൊന്നും നമുക്ക് കോറിലേഷനിലൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പോയിന്റ്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് അസ്യൂംസ് ലീനിയർ റിലേഷൻഷിപ്പ് റിഗാർഡ്ലെസ് ഓഫ് ദ അസംഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. അത് കറക്റ്റാണോ അല്ലയോ, അല്ലെങ്കിൽ എന്നുള്ള അസംഷൻ ഉണ്ടാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. നമുക്ക് ഒരു പോസിറ്റീവ് കോറിലേഷനാണ് നെഗറ്റീവ് കോറിലേഷനാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. സോ അത് നല്ലതാണോ അല്ലെങ്കിൽ അത് ഓക്കെ ആണോ എന്നൊന്നും നമുക്ക് പറയാൻ ഈ കോറിലേഷനെ കൊണ്ട് സാധിക്കില്ല. നെക്സ്റ്റ്, എക്സ്ട്രീം ഐറ്റംസ് ഓഫ് ദി വാരിയബിൾ ആർ ബീയിങ് അൺഡ്യൂലി ഓപ്പറേറ്റഡ് ഓൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അതായത് വാല്യൂസിലുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ കോറിലേഷനെ എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് പ്രൈസും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യേണ്ടത്. സോ 10 രൂപ പ്രൈസ് മുതൽ 1,00,000 രൂപ വരെയുള്ള പ്രൈസ് നമ്മുടെ കയ്യിലുണ്ട്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വാല്യൂസാണ്. 10 രൂപയും 1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. സോ അത് കോറിലേഷൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ. അടുത്തത് നമുക്ക് പറയാനുള്ളത് ടെക്നിക്സ് ഫോർ മെഷറിങ് കോറിലേഷൻ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യാൻ? മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് സ്കാറ്റർ ഡയഗ്രം മെത്തേഡ്, നെക്സ്റ്റ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ, നെക്സ്റ്റ് സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ. ഇത് 3ആണ് കോറിലേഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഇതിൽ ആദ്യത്തേത് സ്കാറ്റർ ഡയഗ്രം. പേരിൽ തന്നെ ഉണ്ട്, ഡയഗ്രം യൂസ് ചെയ്തിട്ട് കോറിലേഷൻ മെഷർ ചെയ്യാണ് വേണ്ടത്. സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും പ്രോബ്ലമാണ്. അതാണ് നമുക്കിവിടെ ഇക്വേഷൻ വെച്ച് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം സ്കാറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ. സ്കാറ്റർ ഡയഗ്രം റെഫേഴ്സ് ടു ദ ഡിസ്പേർഷൻ ഓർ സ്പ്രെഡ് ഓഫ് ദി ഡോട്ട്സ് ഓൺ ദി ഗ്രാഫ്. അതായത് ഒരു ഗ്രാഫിലുള്ള ഡോട്ട്സിൻ്റെ സ്പ്രെഡിങ് വെച്ചിട്ട് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രം മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് 2 വേരിയബിൾ.
രണ്ട് വാരിയബിൾസിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ അതിൻ്റെ കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. ഈ മെത്തേഡിനെ ഡോട്ട് ഡയഗ്രാം മെത്തേഡ് എന്നും കൂടി പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു ഡയഗ്രത്തിൽ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് ആക്സിസ് ഉണ്ടാവും. രണ്ട് ആക്സിസിലും ഓരോ വാരിയബിൾസാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഇവിടെ നോക്കുക, രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റത്തേതിൽ r =-1 ആണ് അല്ലേ. സോ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു മൈനസ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. -1 ആണ്. സോ ദർ ഇസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. സോ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക നിങ്ങൾ. അതായത് ഒരു ഡയഗ്രത്തിൻ്റെ സ്ട്രെയിറ്റ് ലൈനിലാണ് വന്നിരിക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ അപ്പർ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലോവർ റൈറ്റിലേക്കാണ് വരുന്നത്. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ അപ്പർ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോവർ റൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദർ ഇസ് എ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്നാണ്. രണ്ടാമത്തെ നോക്കുക, r =-0.9 ആണ്. സോ മൈനസ് ആണ്. സോ ദർ ഇസ് ഓൾസോ നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ ആകുമ്പോൾ അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്കാണ് വരിക. ഇവിടെ നോക്കിയാൽ അറിയാം ഡോട്ട്സ് എന്താ കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്, ഒറ്റ ലൈനിലല്ല. ഒറ്റ ലൈനിലാണ് എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. കുറച്ച് സ്കാറ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. സോ ഹിയർ ഹൈ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾ ആണ്. നെക്സ്റ്റ് അടുത്തത് നോക്കുക, r =+1 ആണ്. +1 ആയതുകൊണ്ട് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ അപ്പർ റൈറ്റിൽ നിന്ന് ലോവർ ലെഫ്റ്റിലേക്കായിരിക്കും ലൈൻ വരിക, അല്ലെങ്കിൽ ലോവർ ലെഫ്റ്റിൽ നിന്ന് അപ്പർ റൈറ്റിലേക്കാണ് ലൈൻ വരിക. ദാറ്റ് ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഒരൊറ്റ ലൈനിലാണ് എല്ലാ ഡോട്ട്സും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് r =0.9, അതായത് ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ലോവർ ലെഫ്റ്റിൽ നിന്ന് അപ്പർ റൈറ്റിലേക്ക് ആണ് പോകുന്നത്. സോ ഹൈ പോസിറ്റീവ് കോറിലേഷൻ. സോ ഇത് ഇനി നമുക്ക് ഇത് നോ കോറിലേഷൻ ആണ്. r =0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, നോ കോറിലേഷൻ ആണ്. സോ നോ കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡോട്ട്സും എന്തായിരിക്കും, സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുക. അത് ഒരു ലൈനിലോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഒന്നും ഉണ്ടാവില്ല, ഫുൾ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കും. സോ അതിനർത്ഥം നോ കോറിലേഷൻ. സോ ഈ 5 എണ്ണമാണ് മെയിനായിട്ട് സ്കാറ്റർ ഡയഗ്രത്തിൽ വരുന്നത്. പെർഫെക്റ്റ് പോസിറ്റീവ്, ഹൈ പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, ഹൈ നെഗറ്റീവ്, നോ കോറിലേഷൻ. സോ ഇതാണ് ഇതിൻ്റെ ഗ്രാഫുകൾ. ഈ ഗ്രാഫുകൾ വെച്ചിട്ടാണ് നമ്മൾ കോറിലേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു ലോവർ ലെഫ്റ്റിൽ നിന്ന് അപ്പർ റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് കോറിലേഷനാണ്. ആ ഇൻ്റർപ്രിട്ടേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജിൽ വരുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഡ്രോ. സോ നമ്മൾ പറഞ്ഞു 2 വാരിയബിളും 2 ആക്സിസിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരയ്ക്കാൻ വളരെ സുഖമാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസിലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റ്. പെട്ടെന്ന് ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എക്സ്ട്രീം വാല്യൂസ് ഇൻ ദി ഡാറ്റ സെറ്റ്സ് ഡു നോട്ട് അൺഡ്യൂലി എഫക്റ്റ് ദ റിസൾട്ട്. അതായത് വാല്യൂസിലുണ്ടാകുന്ന വലിയ വലിയ ചേഞ്ചുകളൊന്നും ഡയഗ്രത്തിനെ എഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഗീവ്സ് എ റഫ് ഐഡിയ ആൻഡ് ഡസ് നോട്ട് ഗീവ് എ പ്രിസൈസ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. അതായത് കറക്റ്റ് ഇത്രയാണ് കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏകദേശം ഇത്രയാവാം എന്നുള്ള ഒരിതേ പറയാൻ കഴിയുള്ളൂ. ഹൈ ആണോ ലോ ആണോ അത്രേ പറയാൻ കഴിയുള്ളൂ. ഒരിക്കലും കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എനേബിൾ ടു ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇത് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഈ സ്കാറ്റർ ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മളുടെ ഏത് മെത്തേഡ് തന്നെ വേണം, ഫോർമുല മെത്തേഡ് തന്നെ വേണം. സോ ഇതാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റേഷനിലൂടെ കോറിലേഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് സ്കാറ്റർ ഡയഗ്രം. സോ ഇനി 2 മെത്തേഡുകളും കൂടിയുണ്ട്. ആ 2 മെത്തേഡുകളും പ്രോബ്ലമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.